പ്രിയമുള്ളവരെ, നെസ്ലയുടെ ബേബി ഫുഡ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇൻഫാന്റ് ഫോർമുലയുടെ ചില ബാച്ചുകളിൽ വിഷാംശം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിതരണം ചെയ്തിരിക്കുന്ന നെസ്ലയുടെ ബേബി ഫുഡ് അല്ലെങ്കിൽ ഇൻഫാന്റ് ഫോർമുലയുടെ ചില ബാച്ചുകളിൽ സെറുലൈഡ് എന്ന് പറയുന്ന ഒരു ടോക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത്. നെസ്ലയുടെ ബേബി ഫുഡ് അല്ലെങ്കിൽ ഇൻഫാന്റ് ഫോർമുലയുടെ നിർമ്മാണത്തിൽ ചില ബാച്ചുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അരാക്കിഡോണിക് ആസിഡ് ഓയിലിൽ ബാസില്ലസ് സിറിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അല്ലെങ്കിൽ ആ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനായ സെറുലൈഡ് ടോക്സിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അസംസ്കൃത വസ്തു ഉപയോഗിച്ച് നിർമ്മിച്ച ബാച്ചുകൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത്. എന്താണ് ഈ ടോക്സിന്റെ പ്രത്യേകത? ഇതൊരു ഹീറ്റ് റെസിസ്റ്റന്റ് ടോക്സിനാണ്. ബാസില്ലസ് സിറിയസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന സെറുലൈഡ് എന്ന് പറയുന്ന ഈ ടോക്സിൻ ഒരു ഹീറ്റ് റെസിസ്റ്റന്റ് ടോക്സിനാണ്. അതായത് ഇത് ചൂടാക്കിയാൽ ഇതിന് നാശം സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളുടെ വയറിലെത്തുകയും ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളായ വയറുവേദന, ഛർദി, ഓക്കാനം, നിർജ്ജലീകരണം തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇനി ഇന്ത്യയിൽ വിതരണം ചെയ്തിരിക്കുന്ന നെസ്ലയുടെ ഈ ബേബി ഫുഡ് പ്രൊഡക്റ്റുകളിൽ ഈ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിലവിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടുമില്ല. ഇത് പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിതരണം ചെയ്തിരിക്കുന്ന നെസ്ലയുടെ ബേബി ഫുഡിന്റെ ചില ബാച്ചുകളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ ഈ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എങ്കിലും നമ്മൾ വിദേശത്തു നിന്നോ മറ്റോ ഇത്തരത്തിലുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളോട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. നെസ്ലെ അവയുടെ ഉൽപ്പന്നങ്ങളിൽ ചില ബാച്ചുകളിൽ പെട്ടത് മാത്രം മാർക്കറ്റിൽ നിന്നും റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ പിൻവലിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് ഈ ബാച്ച് നമ്പർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. പല ആളുകളും ചോദിക്കാറ്, എന്തിനാണ് ഈ ഭക്ഷ്യവസ്തുവിന്റെ ലേബലിൽ ബാച്ച് നമ്പർ കൊടുക്കുന്നതെന്ന്. അതായത് ഒരേ സമയം ഒരേ അസംസ്കൃത വസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ടുള്ള ബാച്ച് നമ്പറുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും അപാകതകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾ മാത്രം പിൻവലിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടതായിട്ട് വരും. അതിനാണ് സ്പെസിഫിക് ആയിട്ടുള്ള ബാച്ച് നമ്പറുകൾ കൃത്യമായിട്ട് ഓരോ ഉൽപ്പന്നത്തിന്റെയും ലേബലിൽ നിർബന്ധമായും കൊടുക്കണം എന്ന് പറയുന്നത്.